ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും വെൽക്കം ടു ഏഗിൾ ലേണിംഗ്. എല്ലാവർക്കും ഒന്നുകൂടെ നമ്മുടെ ഏഗിളിലേക്ക് സ്വാഗതം. സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഫസൽ സാർ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ എക്സാം ഇതാന്ന് പറഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫെബ്രുവരി ലാസ്റ്റോ മാർച്ച് ഫസ്റ്റ് വീക്കിലോ ഫൈനൽ എക്സാം ഉണ്ടെന്ന് അറിയാലോ. സോഷ്യൽ സയൻസിൻ്റെ പഠിത്തം എന്തായി? നമുക്ക് ടോട്ടൽ 14 ചാപ്റ്റേഴ്സ് നമ്മുടെ മുമ്പിലുണ്ട്. എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 14 ചാപ്റ്റേഴ്സ്. ഈ 14 ചാപ്റ്റേഴ്സിൽ നിന്നായിട്ട് നമുക്ക് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ചോദിക്കാനുണ്ട്. എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്? 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. സർ, ആദ്യത്തെ സംശയം ഇതാണ്, ഫസ്റ്റ് ടൈമിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവുമോ? ആദ്യത്തെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ അവസാന ഭാഗത്തു നിന്ന് മാത്രമാണോ ചോദ്യങ്ങൾ ഉണ്ടാവുക? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്? 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പാറ്റേൺ ഏകദേശം മനസ്സിലാവും. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അത്യാവശ്യമുണ്ട്, 2ഓളം ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെതുണ്ട്, 2 മാർക്കിൻ്റെ ഉണ്ട്, 2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, എനിക്കൊന്ന് 4 ക്വസ്റ്റ്യനോളം വന്നു 2 മാർക്കിൻ്റെ. അതുപോലെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ട്, 3 വീതം. അതുപോലെ നോക്ക്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ട്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ട്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും 1 എഴുതേണ്ടി വരുള്ളൂ, 2 തരും. ഈ 5 മാർക്ക് എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എസ് എ എന്ന് നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ ആണത്. സോ സാർ, ഇതെങ്ങനെയാണ് നമ്മൾ പഠിക്കാം? ഏത് ചാപ്റ്ററിൽ നിന്നാണ് എസ് എ ക്വസ്റ്റ്യൻ വരിക? എനിക്ക് ഷുവറായിട്ടൊരു കാര്യം പറഞ്ഞുതരാൻ പറ്റും, 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. അവസാന ഭാഗത്തു നിന്നാണ് എസ് എ ക്വസ്റ്റ്യൻ വരിക. അവസാന ഭാഗത്ത് നിന്ന് നമ്മുടെ പഞ്ചായത്തി രാജൊക്കെയുള്ള ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് നിന്ന് വരാറുണ്ട് എസ് എ ക്വസ്റ്റ്യൻ. ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ആ ഒരു ഭാഗം. രണ്ടാമത് വരാവുന്ന ഒരു ഭാഗം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്, അത് നമ്മുടെ വാട്ടർ ഓൺ എർത്ത് എന്നുള്ള ചാപ്റ്ററാണ്. വാട്ടർ ഓൺ എർത്ത്, അതായത് ഭൂമിയിലെ ജലം എന്നുള്ള പാഠം. ഭൂമിയിലെ ജലം, ഇതിൽ നിന്നും എന്ത് വരാറുണ്ട്? എസ് എ ചോദ്യം, 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അല്ലാതെ 14 ചാപ്റ്റർ മുഴുവനായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ പഠിക്കണ്ടേ? മാത്സ് പഠിക്കണം, അതുപോലെ സയൻസ് പഠിക്കണം, അതുപോലെ മറ്റ് ലാംഗ്വേജസ് ഒക്കെ പഠിക്കണം. അതിൻ്റെ കൂടെ സോഷ്യൽ സയൻസിലെ 14 ചാപ്റ്റേഴ്സ് അത് ഹെക്റ്റിക്കായിട്ട് മാറും, ഭ്രാന്ത് പിടിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. മക്കൾക്ക് ഒരു എളുപ്പപ്പണി പറഞ്ഞുതരാം. സംഭവം ഇത്രയേ ഉള്ളൂ. 2018, 19, 20, 21 പരീക്ഷ ഇല്ലായിരുന്നു, പിന്നെ 22 ഉള്ളത്. ഓക്കെ, യെസ്, എനിക്ക് തോന്നുന്നു 22, 23 നിങ്ങൾ എടുത്തോ. അതായത് 2018, 19 എന്തായാലും എടുക്കണം. ഈ 2 വർഷത്തെ ചോദ്യപേപ്പർ എടുക്കാം. ഏത് ചോദ്യപേപ്പർ എടുക്കേണ്ടത്? ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. ആനുവൽ എക്സാം എന്ന് വെച്ചാൽ നമ്മുടെ ഫൈനൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. കൊറോണ ഒക്കെ പോയതുകൊണ്ട് തന്നെ ഈ ഒരു പഴയ പാറ്റേണിലായിരിക്കില്ല, പുതിയ പാറ്റേണിലായിരിക്കില്ല ചോദ്യം വരിക, പഴയ പാറ്റേണിലായിരിക്കും. 2018, 19 രീതിയിലായിരിക്കും ചോദ്യങ്ങളുണ്ടാവുക. ആ ചോദ്യ പേപ്പർ എടുത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത്. അതിന് നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ലൈവ് ക്ലാസ്സുകളാണ് എവിടെ നടക്കുന്നത്? ഏഗിളിൽ നടക്കുന്നത്. അപ്പോൾ ഏഗിൾ നിങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതുപോലുള്ള ഈ 2018, 2019 ആനുവൽ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ നിന്നാണ് എസ് എ ചോദ്യം വരിക, എവിടെ നിന്നാണ് 1 മാർക്കിന് ചോദ്യം ചാൻസ് ഉള്ളത്, എവിടെ നിന്നാണ് 2 മാർക്കിന് ചോദ്യം വരിക, ഓരോ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നൊരു ഐഡിയ കിട്ടും. ആ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാനും പറ്റും. A+ അല്ല ഞാൻ പറയുന്നത്, ഫുൾ മാർക്ക് നേടാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയാസമാണോ? അല്ല, നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും ബുദ്ധിമുട്ടാണ്, ഇതിന് ആൻസറൊക്കെ കണ്ടെത്തൽ പാടാന്ന് തോന്നുക, അല്ലെങ്കിൽ ആൻസർ എഴുതിയത് ശരിയാണെന്നോ അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ പഠിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ വേഗം നിങ്ങൾ ഏകണ്ട ലൈവ് ക്ലാസ്സിലേക്ക് പോരേണ്ടി. അപ്പോൾ സോഷ്യൽ സയൻസിൽ ഞാനും മത്സൽ സാറും യദു സാറും ഉണ്ടായിരിക്കും. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. അതോടുകൂടി നിങ്ങൾക്ക് ഫുൾ അടിക്കാൻ പറ്റും, A+ ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഇനിയുള്ള ഒരൊറ്റ ലൈവ് ക്ലാസ്സുകൾ മിസ് ചെയ്യരുത്. എക്സാം എടുത്തിട്ടുണ്ട്. താങ്ക് യു, ബൈ, സീ യു.